ബലാത്സംഗ ഗർഭഛിദ്ര കേസിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാദങ്ങൾ തള്ളി അതിജീവിതയുടെ നിർണായക മൊഴി. ഭർത്താവുമായുള്ള ബന്ധം ഒഴിഞ്ഞ് 5 മാസത്തിന് ശേഷമാണ് രാഹുലുമായി അടുത്തത് എന്നാണ് യുവതി പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. രാഹുലിന്റെ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്നത് വൈകുന്നതിനാൽ അറസ്റ്റിലേക്ക് കടക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. കേസിൽ നിന്ന് രക്ഷപ്പെടാനും മുൻകൂർ ജാമ്യം ലഭിക്കാനും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഉന്നയിച്ച വാദങ്ങൾ രാഹുലിന് തന്നെ തിരിച്ചടിയാവുകയാണ്. മറ്റൊരു തരത്തിൽ യുവതി ഉന്നയിച്ച ആരോപണങ്ങളിൽ ഭൂരിപക്ഷവും രാഹുൽ തന്നെ സമ്മതിക്കുന്നുവെന്നർത്ഥം. പുറത്തുവന്ന ഓഡിയോകളിലെ ശബ്ദം തന്റേതു തന്നെയാണ്. യുവതിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്, വിവാഹിതയാണെന്ന് അറിയാമായിരുന്നു, ഗർഭഛിദ്രം നടത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഉന്നയിച്ച ആരോപണങ്ങളിൽ പലതും രാഹുൽ തന്നെ സമ്മതിക്കുന്നു. വിവാഹിത ഗർഭിണിയായാൽ ഉത്തരവാദി ഭർത്താവാണെന്ന മുൻകൂർ ജാമ്യാപേക്ഷയിലെ വാദവും രാഹുലിന് തിരിച്ചടിയാകും. കാരണം മറ്റൊരാളുടെ ഗർഭമില്ലാതാക്കാൻ സുഹൃത്തിനെ എന്തിനു മാരകമായ ഗുളികകൾ നൽകി അയച്ചുവെന്നും അക്കാര്യം വീഡിയോ കോൾ ചെയ്ത് ഉറപ്പുവരുത്തിയതെന്തിനെന്നുമുള്ള ചോദ്യത്തിന് രാഹുൽ മറുപടി പറയേണ്ടി വരും. മാത്രമല്ല, രാഹുലിന്റെ ആരോപണങ്ങൾ പൂർണ്ണമായി തള്ളുന്ന നിർണായക മൊഴിയാണ് യുവതി പോലീസിന് നൽകിയിരിക്കുന്നത്. 2024 ഓഗസ്റ്റ് 22 കല്യാണം കഴിഞ്ഞെങ്കിലും 4 ദിവസം മാത്രമാണ് ഭർത്താവുമായി ഒരുമിച്ച് താമസിച്ചത്. 1 മാസത്തിനുള്ളിൽ ബന്ധമൊഴിഞ്ഞു. മുൻ ഭർത്താവുമായി അകന്നതിന് 5 മാസത്തിന് ശേഷമാണ് രാഹുലുമായി അടുത്തതെന്നും യുവതി മജിസ്ട്രേറ്റിന് മൊഴി നൽകിയിട്ടുണ്ട്. യുവതിയുടെ വൈദ്യപരിശോധന ഉൾപ്പെടെയുള്ള പ്രാഥമിക നടപടികൾ പൂർത്തിയായതിനാൽ പ്രതിയുടെ അറസ്റ്റിലേക്ക് കടക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. ബുധനാഴ്ച മാത്രമേ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കൂ എന്നതിനാൽ അറസ്റ്റിന് തടസ്സമില്ലെന്നാണ് വിലയിരുത്തൽ. രാഹുലിന്റെ വിവരങ്ങൾ തേടാൻ സ്പെഷ്യൽ ബ്രാഞ്ച് ഷാഡോ സംഘങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാടുണ്ടെന്ന് തന്നെയാണ് സൂചന. വെള്ളിയാഴ്ച രാവിലെ കുറച്ചു സമയം മൊബൈൽ ഓണായിരുന്നു. രാഹുലിന്റെ ഡ്രൈവറും പേഴ്സണൽ അസിസ്റ്റന്റ് ഫസലും ഇന്ന് MLA ഓഫീസിലെത്തിയിട്ടുണ്ട്. കൂടാതെ യുവതിയെ ചികിത്സിച്ച ഡോക്ടറുടെയും രാഹുലിന്റെ ചില സുഹൃത്തുക്കളുടെയും മൊഴിയെടുക്കുമെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കി. പീഡന വിവരം യുവ നേതാക്കൾക്കറിയാമെന്ന യുവതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ യുവ നേതാക്കളിൽ നിന്നും മൊഴിയെടുക്കാനും ആലോചനയുണ്ട്. അതിനിടെ കേസിലെ 2ാം പ്രതി ജോബി ജോസഫും ഇന്ന് മുൻകൂർ ജാമ്യത്തിനായി അപേക്ഷ നൽകിയേക്കും. ജോബി യുവതിക്ക് കൈമാറിയത് മിഫെപ്രിസ്റ്റോൾ, മിസോപ്രോസ്റ്റോൾ എന്നീ ഗുരുതര പാർശ്വഫലങ്ങളുള്ള മരുന്നാണെന്നും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഡോക്ടറുടെ സാന്നിധ്യത്തിൽ ഉപയോഗിക്കേണ്ട മരുന്നാണിതെന്നും പോലീസ് വ്യക്തമാക്കി. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.